അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മലപ്പുറം ജില്ലയില് മഞ്ചേരിക്കടുത്ത് പയ്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ സമീപകാലത്ത് കുറച്ച് വൈറലായിട്ടുള്ള ഒരു പള്ളിയും ആ പള്ളിയുടെ കിണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. നോക്കി, അറബിയില് ബിറുൽ മസ്ജിദുൽ ജാമിഉൽ കദീം അൽ കബീർ, അടിയിൽ എന്താ എഴുതിക്കുന്നത് അക്ഷരം കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഒരു കിണറാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഇതിപ്പോ മഞ്ചേരി പാണ്ടിക്കാട് റോഡാട്ടോ, ഞങ്ങളിപ്പോ ഒരു കുഴിയിലാണുള്ളത്. അഥവാ ഇതൊരു റോഡിന്റെ അഥവാ പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നതിന്റെ ജംഗ്ഷന്റെ നടുവിലാണ് ഈ ഒരു ആർച്ചൊക്കെ വെച്ചിട്ട് ഈ കിണറിനെ ഇവർ സംരക്ഷിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് പരമായിട്ട് അഥവാ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ കിണർ നിൽക്കുന്നത് താഴെയും വെള്ളം ചെന്ന് ചാടുന്ന പള്ളി ഞാൻ അവിടെ കാണിച്ചു തരണം. എന്തായാലും പയ്യനാട് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ അടുത്ത് എന്തുണ്ട് ദൂരമുണ്ട്. ഇവിടുന്ന് യാതൊരു മോട്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു സാങ്കേതിക സഹായം ഒന്നുമില്ലാതെയാണ് ഈ ഒരു കിണറിന്ന് ആ പള്ളിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്ന് ഞാൻ തുറന്നു കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇതൊരു ചെറിയൊരു കിണറാട്ടോ. ഈ കിണർ അടിയിൽ നിങ്ങൾക്കൊരു എൽബോ കാണുന്നുണ്ടോ? ആ എൽബോ ഇട്ടിട്ടുള്ള പൈപ്പിൽ നിന്നാണ്, അഥവാ ഇതിൽ മോട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 1 അടി 1.5 അടി താഴ്ചയിൽ മാത്രമാണ് ഈ സംഭവം നിൽക്കുന്നത്. ഒരു മാക്സിമം പോയ 2.5-3 അടിയിലായിട്ടില്ല. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം എന്താവും, പുറത്തേക്ക് ചാടും ചെയ്യും. ആ ഒരു എൽ ഷേപ്പ് എൽബോ കിടക്കുന്നുണ്ടോ, ആ എൽബോ വഴിയാണ് ഈ ഒരു 500 മീറ്റർ അപ്പുറത്ത്, അതായത് ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പള്ളിയിലെ വെള്ളം അവിടെ ടാങ്കിലേക്ക് വന്ന് പമ്പ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ ഓക്കെ, ഞാനിപ്പോ നോക്കി, ഇതൊരു നല്ല കുഴിയിലാട്ടോ കിടക്കുന്നത്. ഏകദേശം ഒരു 6 അടി താഴ്ചയുള്ള ഒരു കുഴിയിലാണ് ഈ ഒരു കിണർ കിടക്കുന്നത്. ഇനി നോക്കിയേ, ഇതാണ് മഞ്ചേരി പാണ്ടിക്കാട് റൂട്ട്. പയ്യനാട് എന്ന് പറയുന്നത് ഇങ്ങോട്ടാട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് ഒരു താഴ്ചയായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ ഒരു കാലം ആലോചിക്കണം, ഏകദേശം 500 മീറ്ററിലധികം ഈ വെള്ളം ഒരു എന്താ പറയുക സോഴ്സിന്റെയും ഒരു പവറോ ഒന്നുമില്ല, അഥവാ ഒരു മോട്ടറോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് പള്ളി കിടക്കുന്നത്. ഈ ഒരു വളവുണ്ടല്ലോ, ഈ വളവ് കഴിഞ്ഞിട്ട് വേറെ 2 വളവും കഴിഞ്ഞിട്ട് ഏകദേശം 500 മീറ്റർ അപ്പുറത്താണ് പള്ളി കിടക്കുന്നത്. ഇതാണ് മഞ്ചേരി പാണ്ടിക്കാട് റോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അഥവാ ഇതിന്റെ ഏറ്റവും വലിയ പവർ എന്ന് വെച്ചപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിലും ശരി, ഒരു മോട്ടറിന്റെ ഒരു പവർ സോഴ്സ് ഒന്നും ഇല്ലാതെ വെള്ളം അപ്പുറത്ത് ചെന്ന് പമ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണല്ലോ. അഥവാ ഭൂമിയുടെ കിടപ്പ് വശം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കിണർ കിടക്കുന്നത് ഹൈറ്റിലും അതേപോലെ തന്നെ കിണറിന്റെ ഈ ഒരു പൈപ്പിലൂടെ വെള്ളം പോയി ചാടുന്ന ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്ക് ഉയരത്തിലുമാണ്. എങ്ങനെയാണല്ലോ ടാങ്ക് കുറച്ച് ഹൈറ്റിലാണ് വെക്കുന്നത്. ഞാൻ എന്തായാലും അവിടെ പോയി വെള്ളം ചാടുന്നതും അതിന്റെ ഓവർഫ്ലോ അവിടെ പള്ളിയുടെ അകത്ത് ഒരു കിണറുണ്ട്, അവിടെ ചാടുന്നതിന്റെ വിഷ്വൽസും കൂടി കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറത്താണ്, ഞാൻ വീണ്ടും തന്നെ പറയാണ്. അപ്പൊ ഇതെന്തായാലും ഒരു അത്ഭുതകരമായ സംഭവമാണ്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് മതപരമായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. മമ്പറും തങ്ങളും അതേപോലെ തന്നെ ആ പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന ഒരു മഹാനായ ഒരു തങ്ങളും ഒക്കെ ചുറ്റിപ്പറ്റി ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടുകാർക്ക് പറയാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ വന്നത്. കാരണം എന്തായാലും ഇതൊരു അത്ഭുതമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു മോട്ടറിന്റെ ഒന്നിന്റെ സഹായം ഇല്ലാതെ ഇത്രയും ഫോഴ്സിൽ വെള്ളം അങ്ങോട്ട് ചാടുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ കേട്ടോ, അവിടുന്ന് ആ വെള്ളം വരുന്ന ഏരിയയിൽ നിന്ന് നേരെ ഈ വഴി വന്ന് ഇതിങ്ങോട്ട് പാണ്ടിക്കാട് റോഡാണ്. ഇതാണ് കേട്ടോ പയ്യനാട് പഴയ ജുമ്മത്ത് പള്ളി. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഉള്ളിലല്ല, ആ സംഭവം ഒന്ന് കാണാം. ജസ്റ്റ് ഇങ്ങനെ നടന്നു പോട്ടെ. ഇവിടെയാണ് സയ്യിദ് സീതി തങ്ങള് ആ ഒരു ചരിത്രം. കാരണം ഏകദേശം മമ്പ്രം തങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാനാണെന്നാണ് ചരിത്രം. അതേപോലെ തന്നെ സീതി തങ്ങളാണ് ആദ്യം വഫാത്തായത് എന്നും ഈ ഒരു മക്കാമില് മമ്പ്രം തങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വെള്ളത്തിന്റെ ചരിത്രം നമുക്കൊന്ന് കാണണമല്ലോ. അഥവാ അതിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇതിന്റെ വെള്ളത്തിന്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടല്ലോ വെള്ളം, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പൈപ്പിട്ട് വലിക്കാം എന്ന് പറഞ്ഞതാണത്ര. എങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. ചരിത്രങ്ങൾ അങ്ങനെയാണ് ഇവിടുത്തെ ആളുകളും അതേപോലെ തന്നെ പഴയ ആളുകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു വെള്ളം വന്ന് ചാടുന്നത് ഇവിടെ ആ ഒരു കറുപ്പ് ടാങ്ക് കാണുന്നുണ്ടോ, അതിലെ ചെറിയൊരു പൈപ്പ് കാണുന്നുണ്ട് അവിടെ. ആ ടാങ്കിലേക്ക് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം ചാടണം കേട്ടോ. അതിന്റെ ഓവർഫ്ലോ നേരെ ഒരു പൈപ്പിൽ വന്നിട്ട് ഈ കുളത്തിലേക്ക് ഇങ്ങനെ ചാടുകയാണ്. അതായത് ആദ്യകാലത്ത് ഈ ഒരു പള്ളിയുടെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ഒരു കിണർ തന്നെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് കിണറും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ ഇവിടെ ഒരു കുളം വന്നിട്ടുണ്ട്. ആ ഒരു ഓവർഫ്ലോ ചാടുന്നുണ്ടോ, ആ ചാടുന്നത് ഈ ഒരു ടാങ്കിൽ നിന്നാട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ട ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പൈപ്പുകളുണ്ടല്ലോ, ഇതിലിപ്പോഴും ഇങ്ങനെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ, വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ഓവർഫ്ലോ ആണ് ഈ ഒരു കോൺക്രീറ്റിന്റെ അടിയിലൂടെ വന്നിട്ട് നേരെ കുളത്തിൽ ചാടുന്നത്. അപ്പോൾ ഇത് പയ്യനാട് പഴയ പള്ളിയുടെ ഏകദേശം 700 കൊല്ലം പഴക്കമുള്ള പള്ളി എന്നാണ് പറയപ്പെടുന്നത്. അതിന് ശേഷമാണ് ഈ ഒരു മക്കാമിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടാവും.
ഇതിന്റെ ചരിത്രം ഈ സീദിക്കോയ തങ്ങളുടെ കൂടെ തന്നെ ഇവിടെ എന്താ പറയുക 3-4 മക്ബറകൾ വേറെയുണ്ട്. അത് 1-ാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ പരമ്പരയിൽപ്പെട്ട ആളുകളൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ മക്കാമുള്ളത്. അതേപോലെ തന്നെ ഇതാണ് ആ ഒരു എന്താ പറയുക സയൻസിനെതിരായ അല്ലെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു കിണറിന് വരുന്ന വെള്ളവും അതേപോലെ തന്നെ ടാങ്കും പിന്നെ ഓവർഫ്ലോ ചാടുന്ന സംഭവം. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ നിൽക്കുമ്പോൾ ഏകദേശം ഇത് കുറച്ച് ഹൈറ്റിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അവിടെ ഒരു ചെറിയ കുന്നാണ്, അടിയിൽ ചെറിയ ഇടയിൽ നമ്മൾ ആ റോഡുണ്ടല്ലോ, ഇത്രയും നീളമുണ്ടല്ലോ, ഒരു 500 മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതും അതേപോലെ തന്നെ ആ കിണറും നിൽക്കുന്ന വാട്ടർ ലെവലൊക്കെ വെച്ച് നോക്കുകയാണെന്ന് ചോദിച്ചൊരു പക്ഷേ ഇത് ഹൈറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിൽ കൂടി ഇത്രയും ലോങ് ഏകദേശം 1/2 കിലോമീറ്ററിലധികം ഒരു സോഴ്സും ഇല്ലാതെ പിന്നെ പമ്പിങ്ങോ മോട്ടറോ ഒന്നുമില്ലാതെ ഇത്രയും ലോങ് ഒന്ന് വെള്ളം വന്ന് ചാടുക എന്ന് പറഞ്ഞത് ചെറിയൊരു അത്ഭുതം തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പള്ളിയും ഈ ഒരു കിണറിന് ചരിത്രം ഇതാണ്. ഓക്കെ, ബൈ.